ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയാണ്. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി എൻ്റേതായ രീതിയിൽ ബൺ മസ്ക ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാനും ഉണ്ടാക്കി ബൺ മസ്കയും ഇറാനി ചായയും. ആക്ച്വലി ഇത്രത്തോളം ബട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമുള്ളതൊന്നും അല്ല ബൺ മസ്ക, പക്ഷെ വളരെയധികം രുചികരമാണ്. എന്നാൽ ഞാൻ ഉണ്ടാക്കിയ ബൺ മസ്ക ഒന്ന് കണ്ടു നോക്കിയാലോ. വരൂ, നമുക്ക് വീഡിയോ കാണാം. ബൺ മസ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ട ബൺ വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്കത് കിട്ടിയില്ല. അതിന് പകരം അവിടെ നിന്ന് കിട്ടിയ ബർഗർ ഉണ്ടാക്കുന്ന ബണ്ണാണ് ഞാൻ വാങ്ങിച്ചത്. എന്തായാലും അത് ബണ്ണ് തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇനി മസ്ക ക്രീം തയ്യാറാക്കാം. ഇതിലേക്കായിട്ടൊരു ചെറിയ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്, അതുകൊണ്ട് അൺസാൾട്ടഡ് ആണ്. ഏറെക്കുറെ ഇതിലെ വാട്ടർ കണ്ടൻറ്റും നീക്കിയതാണ്. ഇവിടെ 3 ചെറിയ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് ചേർക്കാനുള്ളത് കൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചത്. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിരുന്നു. ബട്ടറിൻ്റെ അളവ് കുറയ്ക്കുകയും മിൽക്ക് മെയ്ഡ് കൂട്ടുകയും ചെയ്തതിന് കാരണം കുറച്ച് ലൂസായിട്ട് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മണത്തിന് വേണ്ടിയിട്ട് ഏലക്കയും കറുവാപ്പട്ടയും സമം ചേർത്ത് പൊടിച്ചെടുത്ത പൊടിയാണ്. ഇത് 2-3 നുള്ളു മാത്രം ഉപയോഗിച്ചാൽ മതി. കൂടുതൽ ചേർത്താൽ മസാലയുടെ ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാകും. ഇതിലേക്ക് 2 സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ബട്ടറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്, എൻ്റെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. സ്പൂൺ എന്ന് പറഞ്ഞത് ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഇത് നന്നായിട്ട് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസ് ക്രീമായിട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം. ഇനി ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാധാരണ എല്ലാവരും ബ്രെഡ് ടോസ്റ്റ് ചെയ്യും പോലെ ബ്രൗൺ കളർ ആകുന്ന തരത്തിൽ ബട്ടറൊക്കെ തേച്ചിട്ടാണ്. ഞാനിവിടെ ബട്ടറൊന്നും തേക്കുന്നില്ല, ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. കളറും മാറ്റുന്നില്ല. ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ബ്രെഡ് ഇരുന്നാലും കുറച്ച് കട്ടി പോലെയാകും. ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത്. ടോസ്റ്റ് ചെയ്തെടുത്ത ബണ്ണിലേക്ക് ഇനി മസ്ക ക്രീം തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തന്നെ ബണ്ണിൻ്റെ മറ്റേ പകുതിയിലും മസ്ക ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി മസ്ക ബൺ ബോംബെയിലാണ് ഏറ്റവും ഫേമസ്. ബോംബെ മസ്ക ബൺ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആ മസ്ക ബൺ അവിടെ നിന്ന് കഴിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഗുജറാത്തിൽ നൊയമ്പ് കാലമാകുമ്പോൾ കൂടുതൽ ഇതേപോലെ ബണ്ണ് വരാറുണ്ട്, ക്രീമൊക്കെ ഉള്ളിൽ നിറച്ചത്. അത് നീളത്തിലും പരന്നതും ചെറുതുമായ പലവിധ ഷേപ്പിലുള്ള ബണ്ണായിട്ടാണ് വരുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ പഞ്ചസാരയും ബട്ടറുമൊക്കെ ചേർന്നുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല ഇത് കഴിക്കുന്നത്. പ്രമേഹവും കൊളസ്ട്രോളും അതുപോലെ BP ഒക്കെ ഉള്ള അസുഖബാധിതർ ആലോചിച്ചിട്ട് വേണം മസ്ക ബണ്ണൊക്കെ കഴിക്കാൻ. കാരണം ഉയർന്ന അളവിൽ പഞ്ചസാരയും അതുപോലെ ബട്ടറും ഒക്കെ ചേർന്ന കാരണം റിച്ച് ഫുഡാണ്, ഹൈ ഫാറ്റാണ് മസ്ക ബണ്ണിലുള്ളത്. എന്നാലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ്. ഇവിടെ എല്ലാ ബണ്ണിലും ക്രീമൊക്കെ തേച്ച് പിടിപ്പിച്ചു. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. എല്ലാം ചെയ്യുന്നത് അവരവരുടെ രുചിക്കും താല്പര്യത്തിനും അനുസരിച്ചാണ്. എൻ്റെ മസ്ക ബൺ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്ത് കൊടുക്കാനും. മസ്ക ക്രീമെല്ലാം പുരട്ടി കഴിഞ്ഞു. ഇനി ചായ ഉണ്ടാക്കാം. ചായപാത്രത്തിലേക്ക് 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ തേയില വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇറാനി ചായ ആണെങ്കിൽ കുറച്ച് കൂടുതൽ തേയില ഇട്ട് കൊടുക്കണം. തേയിലയൊക്കെ നന്നായിട്ട് തിളച്ച് കടുപ്പ് ഇളകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏലക്കയും ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കണം. 1 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് പിന്നെ മധുരം കൂടുതൽ ചായക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും കുറച്ച് മാത്രമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് കട്ടിപ്പാലും കൂടെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ തിള വരുന്നവരെ തിളപ്പിക്കണം. എന്നിട്ട് തുറന്ന് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ചായ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇത് ഇറാനി ചായ ആണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ദമ്മിടുന്ന പോലെയൊക്കെയാണ് ഇറാനി ചായ ഉണ്ടാക്കുന്നത്. സാധാരണ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത്. ഇഞ്ചി ഇട്ട് ചായ ഉണ്ടാക്കുന്നത് എൻ്റെ ഫേവറിറ്റാണ്. അങ്ങനെ മസ്ക ബണ്ണും ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ രീതിയിലുള്ള ഈ ബൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയും അതുപോലെയുള്ള ബട്ടറും ഒക്കെ ചേരുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കഴിക്കാൻ. പക്ഷേ ഇത് രുചികരമാണ്. അപ്പോൾ എൻ്റെ മസ്ക ബൺ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.